ചാലക്കുടി അതിരപ്പള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ആദിവാസി കോളനിയിലെ വത്സയുടെ പോസ്റ്റ്മോർട്ടം ഇന്നാണ്. മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്ന ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുക. കുടുംബത്തിന് അടിയന്തര ധനസഹായമായി ഇന്ന് 5 ലക്ഷം രൂപ കൈമാറും. കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് തൃശ്ശൂരിൽ കോൺഗ്രസ് ഇന്ന് കരിദിനം ആചരിക്കുന്നു. ചാലക്കുടി വെറ്റിലപ്പാറയിൽ നിന്ന് സൂരജ് സജിയും അതുപോലെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് എസ് ശ്രീകാന്തും നമുക്കൊപ്പം ചേരുന്നു. ആദ്യം സൂരജ് സജിയിലേക്ക്. സൂരജ്, ഗുഡ് മോർണിംഗ്. സൂരജ്, എന്തൊക്കെയാണ് വിവരങ്ങൾ? നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ വെറ്റിലപ്പാറയിലാണുള്ളത്. ഇവിടെയാണ് ഈ കാട്ടാനശല്യം ഏറ്റവും രൂക്ഷമായി മാറിയിരിക്കുന്ന ഒരു മേഖലയാണ്. എല്ലാ ദിവസവും നമ്മൾ ഇവിടെ നിന്ന് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. എനിക്ക് പിന്നിൽ കാണുന്നതാണ് നമ്മുടെ ഈ മലയാറ്റൂർ, അതുപോലെ തന്നെ ഈ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഏരിയയാണ്. ആ മലനിരകളെല്ലാം ഈ മലയാറ്റൂർ മലനിരകളുടെ ഭാഗമാണ്. അവിടെ നിന്ന് ഇറങ്ങിയെത്തുന്ന കാട്ടാനകളാണ്. അത് ഈ ചാലക്കുടി പുഴയിലേക്ക് വെള്ളം കുടിക്കാനായി എത്തുന്ന കാട്ടാനകൾ. അത് പിന്നീട് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയും ഈ നാശം വിതയ്ക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് തുടർച്ചയായി ഈ മേഖലയിൽ, ജനവാസ മേഖലയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന മുൻനിർത്തിക്കൊണ്ട് ഇപ്പോൾ ചാലക്കുടി വാഴച്ചാൽ DFOമാർ അടിയന്തരമായി സംയുക്ത യോഗം ചേർന്നുകൊണ്ട് ഈ നൈറ്റ് പെട്രോളിംഗ് അടക്കം ശക്തിപ്പെടുത്താനുള്ള തീരുമാനത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ പോവുകയാണ്. ഇന്നലെ ഈ വത്സയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ സംയുക്ത യോഗം വിളിച്ചുകൊണ്ട് എത്തരത്തിലായിരിക്കണം ഈ ജനവാസ മേഖലയിലേക്ക് വന്യജീവികൾ ഇറങ്ങുന്നത് തടയേണ്ടത് എന്ന് സംബന്ധിച്ച് ഈ സംയുക്ത യോഗം ചേർന്നുകൊണ്ട് തുടർ നടപടികൾ ചർച്ച ചെയ്യാൻ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നു. എന്തായാലും ഈ വെറ്റിലപ്പാറയിൽ അടക്കം കഴിഞ്ഞ ദിവസം, അതായത് ഇതിനോട് ചേർന്ന് വഞ്ചിക്കടവ് എന്ന് പറയുന്ന പ്രദേശമുണ്ട്. ഇന്നലെ അവിടെ ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങിയിരുന്നു. ആ പടക്കം പൊട്ടിച്ചിട്ട് പോലും ഈ ജനവാസ മേഖലയിൽ നിന്ന് കാട്ടാനകൾ പോകാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. എന്തായാലും നമ്മളോടൊപ്പം പ്രദേശവാസികൾ കൂടി ചേരുന്നു. വല്ലാത്തൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അല്ലേടാ? അല്ലാത്ത അവസ്ഥയെന്ന് തന്നെയല്ല, മനുഷ്യ ജീവന് ഒരു വിലയില്ലാത്ത രീതിയിൽ മനുഷ്യന് ഒരു ദിവസം പോലും പുറത്തിറങ്ങി നടക്കാനോ, അല്ലെങ്കിൽ നമ്മുടെ ടൗൺ പ്രദേശത്തുള്ള കടകളൊക്കെ ഇപ്പോൾ ഒരു 6 മണിയാകുമ്പോൾ അടച്ച് അവർ പോവുക. കാരണം ആന ഒരു 5 മണി മുതൽ ആനയുണ്ട് റോട്ടിൽ. ഇത്രയും കാലഘട്ടങ്ങളിലൊന്നും ആന റോട്ടിലേക്ക് ഇറങ്ങാറുണ്ടായില്ല. ഇപ്പോൾ ആരെങ്കിലും ജനങ്ങൾ വിളിച്ചു പറയുക ആന ഇറങ്ങിയെന്ന് പറയുമ്പോൾ ഫോറസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റോ അല്ലെങ്കിൽ ജനങ്ങളോ വരും. അപ്പോൾ അതിനെ പടക്കം പൊട്ടിച്ച് ഓടിക്കുന്നു. ഇപ്പോൾ പടക്കം ഒന്നും ഏൽക്കാത്ത സ്ഥിതിയിലേക്ക് എത്തിയിരിക്കുക. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഇതിനെ ഏതെങ്കിലും വിധത്തിൽ തുരത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് വിറ്റു പറക്കി പോകേണ്ട രീതികൾ വരും. ഇത്തരത്തിൽ തന്നെയാണ് സ്കേൻ. എന്തായാലും വലിയ ഒരു ദുസ്സഹമാവുന്ന രീതിയിലേക്ക് ജനജീവിതം മാറുന്നു എന്നുള്ളതാണ് ഇവരെല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് 2 വയസ്സുകാർ ഈ പ്രദേശത്ത് ആനയുടെ ചവിട്ടേറ്റ് മരിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നത്. അന്ന് പറഞ്ഞിരുന്നത് ഇവിടെ ഈ മേഖലയിൽ തന്നെ ഒരു RRT സംഘത്തെ നിയോഗിക്കുമെന്ന് അന്ന് വലിയ പ്രതിഷേധം ഉയർന്ന സമയത്ത് സർക്കാർ വ്യക്തമാക്കിയതാണ്. പക്ഷേ ആ RRT സംഘത്തെ പോലും ഇതുവരെയും നിയോഗിച്ചിട്ടില്ല. അങ്ങനെ നൽകിയ ഒരു ഉറപ്പുകളും പാലിക്കപ്പെടുന്നില്ല എന്നുള്ളത് കൊണ്ട് കൂടിയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം ഉയർത്തുന്നതിന് വേണ്ടി ഇന്ന് കരിദിനമടക്കം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഹർത്താലിന് സമാനമായ ഒരു സാഹചര്യമാണ് ഇന്ന് അതിരപ്പള്ളി മേഖലയിലുള്ളത്. ഈ കടകൾ ഉൾപ്പെടെ അടച്ചിടണം എന്നൊരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ വത്സയുടെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധം അത് ഈ അതിരപ്പള്ളി മേഖലക്കകത്ത് ഉയരുന്നുണ്ട്. എന്തായാലും ഈ ജനവാസ മേഖലയിലേക്ക് ഈ കാട്ടാനക്കൂട്ടവും അതുപോലെ തന്നെയുള്ള വന്യജീവികളും ഇറങ്ങുന്നത് തടയണം എന്നുള്ള ആവശ്യം തന്നെയാണ് ഇവർ ഉയർത്തുന്നത്. SK. ഓക്കെ, താങ്ക് യു. സൂരജ് സജിയാണ് നമുക്കൊപ്പം ചേർന്നത്. ഇനി നമുക്ക് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് എസ് ശ്രീകാന്ത് കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീകാന്ത്, അവിടെ നിന്നുള്ള അപ്ഡേറ്റ്സ് എന്താണ്? ഗുഡ് മോർണിംഗ്, പറയൂ. ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലക്കുടി താലൂക്ക് ആശുപത്രിക്ക് മുന്നിലാണ്. ഇവിടെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം ആരംഭിക്കും. ഒരു 8-9 മണിയോടുകൂടി ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും എന്നാണ് അനുമാനിക്കാൻ സാധിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഡോക്ടർമാരും അതോടൊപ്പം ഈ സ്റ്റാഫുകളും മറ്റ് ആരോഗ്യ വിഭാഗത്തിലെ സ്റ്റാഫുകളും എത്തി ഈ മൃതദേഹം പരിശോധിക്കുന്നുണ്ട്. അതിനുശേഷമായിരിക്കും ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കാൻ പോകുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി ഇവരുടെ ബന്ധുക്കളടക്കമുള്ളവർ എത്തിയതിനു ശേഷം ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ അതിലേക്ക് കടക്കും. മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ള ഈ ചാലക്കുടി താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ ഇന്നലെ വലിയ തോതിൽ പ്രതിഷേധം അരങ്ങേറിയിരുന്നു. കോൺഗ്രസിന്റെയും BJPയുടെയും ഒക്കെ പ്രതിഷേധം ഉണ്ടാവുകയും ചെയ്തിരുന്നു. നിലവിൽ ഈ പ്രതിഷേധം ഇന്ന് കരിദിനമായി കോൺഗ്രസ് ആചരിക്കുന്നുണ്ട്. ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇന്ന് ജില്ലയിൽ കരിദിനമാണ് ആചരിക്കുന്നത്. അതേ തുടർന്ന് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര മേഖലകളിലേക്കൊക്കെ തന്നെ പ്രവേശനം തടയുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ കുടുംബത്തിന് ഇന്ന് അടിയന്തര ധനസഹായമായ 5 ലക്ഷം രൂപ കൈമാറും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ മരിച്ച വത്സലയുടെ മകൾക്ക് സർക്കാർ ജോലി നൽകണം എന്നൊരാവശ്യം കുടുംബം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതൊരു പക്ഷെ പരിഗണിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്നലെ ഈ വനത്തിൽ മരോട്ടിക്ക ശേഖരിക്കാൻ പോയപ്പോഴാണ് ഊരുമൂപ്പന്റെ ഭാര്യ വത്സല ഈ ആനയുടെ തുമ്പിക്കൈക്ക് അടിയേറ്റ്
കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായത്. ഈ മേഖല, ആ വെറ്റിലപ്പാറ എന്ന് പറയുന്ന മേഖല ആനശല്യം കൊണ്ട് പൊറുതിമുട്ടി ജീവിക്കാനാകാത്ത സാഹചര്യമുള്ള ഒരു സ്ഥലമാണ്. അതിനാൽ തന്നെയാണ് ഇന്നലെ ഇവിടെ വലിയ പ്രതിഷേധം അരങ്ങേറാനുള്ള സാഹചര്യമുണ്ടായതും. ഇപ്പോൾ ഈ കാണുന്ന മോർച്ചറിയിൽ, ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിൽ മൃതദേഹം പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. കുറച്ച് കഴിയുമ്പോഴേക്കും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. സംസ്കാരം ഇന്ന് തന്നെ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. കഴിഞ്ഞ ദിവസം കോതമംഗലത്ത്, നേര്യമംഗലത്ത് സമാനമായ രീതിയിൽ ഒരു മരണം നടന്നിരുന്നു. അതിന് തൊട്ട് പിന്നാലെയാണ്, അതിനടുത്തായി തന്നെ ചാലക്കുടിയിൽ ഇങ്ങനെയൊരു സംഭവം, ഈ വെറ്റിലപ്പാറ ഭാഗത്തായി ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുന്നു. ദാരുണമായ സംഭവമാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ അല്പസമയത്തിനകം ആരംഭിക്കും. ഓക്കെ, താങ്ക് യു ശ്രീകാന്ത്. ലക്ഷ്മിജി പറയുന്നു, തമിഴ്നാട് കാട്ടിൽ വെള്ളം എത്തിക്കുന്നു, കേരളം കാട് കയറി അക്രമം നടത്തുന്നു. തീർച്ചയായിട്ടും ഇപ്പോൾ ചില ശ്രമങ്ങളൊക്കെ വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് തുടങ്ങിയിട്ടുണ്ട്. കാട്ടുമൃഗങ്ങൾക്ക് ശുദ്ധജലം അല്ലെങ്കിൽ കുടിവെള്ളം എത്തിക്കാൻ കഴിയുമെന്നുള്ള കാര്യം അവർ ശ്രമങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എത്രമാത്രം അതൊക്കെ ഫലവത്താക്കാൻ കഴിയും? ഉൾക്കാടുകളിലേക്ക് കയറി നമുക്ക് എങ്ങനെയാണ് കാട്ടുമൃഗങ്ങൾക്ക് വെള്ളവും ഭക്ഷണവും എത്തിച്ചു കൊടുക്കാൻ കഴിയുക? ഇതൊക്കെ വലിയ കീറാമുട്ടികളാണ്. അതേസമയം നമ്മളുടെ കാട്ടുമൃഗങ്ങളെ, വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന പല മൃഗങ്ങളെയും നമുക്ക് സംരക്ഷിച്ചേ പറ്റൂ. അങ്ങനെയുള്ളൊരു കീറാമുട്ടിയുണ്ട്.